ടീനേജ് കാലഘട്ടം മുതൽ നമ്മൾ ബോയ്സ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന കുറച്ച് സ്കിൻ പ്രോബ്ലംസ് ഉണ്ട്. ഇത് കാരണം നമ്മുടെ കോൺഫിഡൻസ് വളരെയധികം കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ കുറേയധികം പ്രശ്നങ്ങളും നമ്മുടെ സ്കിന്നിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള 5 സ്കിൻ പ്രോബ്ലംസും അവയെ എങ്ങനെയൊക്കെ ഒഴിവാക്കാൻ സാധിക്കും എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തേത് സ്മോൾ ആക്നെ. നമ്മുടെ മുഖത്ത് ചെറിയ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ആക്നെസ് ഇടയ്ക്കിടെ രൂപപ്പെടാറുണ്ട്. എന്നാൽ ചില ആക്നെ നമ്മൾ ഒട്ടും തന്നെ ശ്രദ്ധിക്കാത്ത അത്രയും ചെറിയ സൈസിലുള്ളതായിരിക്കും. പെട്ടെന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല എങ്കിലും അടുത്ത തവണ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ഫേസ് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നല്ല രീതിയിൽ സൂക്ഷിച്ചു നോക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്ത് വളരെ ചെറിയ സൈസിലുള്ള കുറേയധികം ആക്നേസ് ഒരു പക്ഷേ കാണാൻ സാധിക്കും. ഇത് കാരണം നമ്മുടെ സ്കിൻ ബംപിയായി മാറി സ്കിന്നിൻ്റെ സ്മൂത്ത് ടെക്സ്ചർ നഷ്ടമായി പോകുന്നു. ഇതിനൊരു സൊല്യൂഷനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് കെമിക്കൽ പീൽ ഓഫ് ആണ്. കെമിക്കൽ പീൽ ഓഫ് പുറത്ത് വെച്ച് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും അത് വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല ഈ കെമിക്കൽ പീലിംഗ് ചെയ്തതിന് ശേഷം കുറച്ച് ദിവസം പുറത്തിറങ്ങി വെയിൽ കൊള്ളാനോ അല്ലെങ്കിൽ വെള്ളം നനയാനോ ഒന്നും പാടില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കെമിക്കൽ പീലിംഗ് എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ കെമിക്കൽ പീൽ ഓഫ് ചെയ്യാനും പറ്റും. ഇതിനു വേണ്ടി നമുക്ക് ഒരു ചാർക്കോൾ മാസ്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ വളരെ എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ചു നേരം അത് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഡ്രൈ ആയതിനു ശേഷം അത് പീൽ ഓഫ് ചെയ്ത് കളയുക. പീൽ ഓഫ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അതിനകത്ത് വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, അതുപോലെ കുറേ ഡേർട്ടൊക്കെ അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഈ ഇംപ്യൂരിറ്റീസ് എല്ലാം തന്നെ നമ്മുടെ സ്കിന്നിൽ നിന്നും റിമൂവ് ആയി കഴിഞ്ഞ് സ്കിന്ന് നല്ല സോഫ്റ്റ് ആയും ഷൈനി ആയും മാറും. രണ്ടാമത്തേതാണ് അൺഈവൻ സ്കിൻ ടോൺ. നമ്മുടെ മുഖത്ത് ചില ഭാഗങ്ങൾ കുറച്ചധികം ലൈറ്റായിട്ടും മറ്റ് ചില ഭാഗങ്ങൾ കുറച്ചധികം ഡാർക്കായിട്ടും ഒക്കെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫോർഹെഡിൻ്റെ ഭാഗത്ത്, അല്ലെങ്കിൽ നമ്മുടെ ചീക്സിൻ്റെ സൈഡിൽ, അല്ലെങ്കിൽ നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ കുറച്ചധികം അൺഈവൻ സ്കിൻ ടോൺ കാണാൻ സാധിക്കും. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമുക്കെല്ലാം തന്നെ ഈവൻ സ്കിൻ ടോൺ ആയിരിക്കും. എന്നാൽ നമ്മൾ വലുതാവുന്ന സമയത്ത് സൺ ടാൻ കാരണമാണ് നമ്മുടെ സ്കിൻ കൂടുതൽ അൺഈവനായി മാറുന്നത്. ഇതിനൊരു സൊല്യൂഷനായിട്ട് നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറ്റും. 15 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാൾക്ക് മിനിമം 50 SPF അഥവാ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എങ്കിലും അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് അൺഈവൻ സ്കിൻ ടോൺ ഒരു പരിധിവരെ കുറയ്ക്കാനായി സാധിക്കും. മൂന്നാമത്തേത് ഡാർക്ക് സർക്കിൾസ് ഇൻ അണ്ടർ ഐസ്. പലപ്പോഴും ഒരുപാട് നേരം ഫോൺ യൂസേജ് കാരണം, അതുപോലെ കറക്റ്റായിട്ടുള്ളൊരു സ്ലീപ്പ് സ്കെഡ്യൂൾ ഇല്ലാത്തത് കാരണമൊക്കെ തന്നെ നമ്മുടെ അണ്ടർ ഐസ്, അതായത് കണ്ണിന് അടിയിലുള്ള ഭാഗം വളരെ പെട്ടെന്ന് തന്നെ ഡാർക്ക് സർക്കിൾസ് വരാൻ സാധ്യതയുണ്ട്. ഇത് കാരണം നമ്മുടെ ഫേസ് മുഴുവൻ വളരെ ഗ്ലൂമിയായി കാണപ്പെടും. ഇതിനൊരു സൊല്യൂഷനായിട്ട് നമുക്ക് കോൾഡ് സ്പൂൺ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു സ്പൂൺ എടുത്ത് കുറച്ച് നേരം ഫ്രിഡ്ജിനകത്ത് ഫ്രീസറിൽ വയ്ക്കുക. അതിനുശേഷം ഈ സ്പൂൺ എടുത്ത് കുറച്ചു നേരം ഡാർക്ക് സർക്കിൾസ് ഉള്ളിടത്ത് വയ്ക്കുക. കണ്ണിൻ്റെ ചുറ്റിലും നല്ല ഫ്രഷ്നെസ് കൊണ്ടുവരാനായിട്ട് ഈ ഒരു മെത്തേഡ് ഉപകരിക്കും. കുറച്ചുകൂടി എഫക്റ്റീവായിട്ടുള്ളൊരു റിസൾട്ട് വേണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും മാൻ കമ്പനിയുടെ അണ്ടർ ഐ ജെല്ല് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിലടങ്ങിയിട്ടുള്ള കാഫീനും ഹൈലൂറോണിക് ആസിഡും ഒക്കെ കാരണം കണ്ണിനടിയിലുള്ള ഡാർക്ക് സർക്കിൾസ്, അതുപോലെ ഫൈൻ ലൈൻസും പഫിനെസ്സും ഒക്കെ തന്നെ കുറയാൻ ഒരുപാടധികം സഹായിക്കും. അതുമാത്രമല്ല ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് ആലോവേര, ഗോട്ടു കോല, ലിക്യോറൈസ്, മൊറിംഗ തുടങ്ങിയ ഒരുപാടധികം നാച്ചുറൽ ഇൻഗ്രീഡിയൻസും കണ്ണിനടിയിലെ കറുപ്പ് കുറയ്ക്കാനും കൂടുതൽ അണ്ടർ ഐ ഏരിയ ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ഇതിൻ്റെ പാക്കേജിങ്ങിൽ അടങ്ങിയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള സ്റ്റീൽ റോളർ അപ്ലൈ ചെയ്യാനായി കൂടുതൽ എളുപ്പത്തിൽ സഹായിക്കുകയും മാത്രമല്ല കണ്ണിൻ്റെ അടിയിൽ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കൊണ്ടുവരികയും അണ്ടർ ഐ ഏരിയ നല്ല രീതിയിൽ മസാജ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. സ്റ്റീൽ റോളറിൻ്റെ സഹായത്തോടു കൂടി ഇത് അപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അണ്ടർ ഐ ജെല്ലെടുത്തൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റീൽ റോളറിൻ്റെ മുകളിൽ ജെല്ല് വന്ന് നിൽക്കുന്നു. ഇതുപയോഗിച്ച് കണ്ണിൻ്റെ അടിയിൽ നല്ല രീതിയിൽ 1-2 മിനിറ്റ് മസാജ് ചെയ്യുക. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ അത് വാഷ് ചെയ്ത് കളയുക. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള നാച്ചുറലി എക്സ്ട്രാക്റ്റഡ് കാഫീനും അതുപോലെ ഹൈലൂറോണിക് ആസിഡും ഒക്കെ കണ്ണിനടിയിലുള്ള കറുപ്പ് നല്ല രീതിയിൽ തന്നെ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ കണ്ണുകൾക്ക് നല്ലൊരു ബ്രൈറ്റനിങ് കൊടുക്കാനുമായിട്ട് ഹെൽപ്പ് ചെയ്യും. നാലാമത്തേത് ഓപ്പൺ പോർസ്. വളരെ ഓയിലിയും അതുപോലെ ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ഉള്ളവർക്ക് കൂടുതലായും കണ്ടുവരുന്ന ഒരു ഇഷ്യൂ ആണ് ഓപ്പൺ പോർസ് എന്ന് പറയുന്നത്. ഈ ഓപ്പൺ പോർസ് ഉള്ളത് കാരണം ഡേർട്ടൊക്കെ ഈ പോർസിൽ അടിഞ്ഞുകൂടാനുള്ള സാധ്യത വളരെ അധികമാണ്.
ഇത് ഒഴിവാക്കാനായി നമുക്ക് നല്ല സീറംസ് യൂസ് ചെയ്യാവുന്നതാണ്. നോർമലി വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള സീറംസ് ആണ് നമ്മുടെ മുഖത്തിന് നല്ലത്. ഇനി അതല്ല എങ്കിൽ സാധാരണയുള്ള റോസ് വാട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം റോസ് വാട്ടർ അപ്ലൈ ചെയ്യുന്നതും ഇത്തരത്തിലുള്ള ഓപ്പൺ പോർസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇനി അഞ്ചാമത്തേത് നമ്മുടെ ഫേസിലുള്ള ആക്നെ ബംസ്. പലപ്പോഴും നമ്മുടെ മുഖത്ത് വരുന്ന പിമ്പിൾസ് അഥവാ മുഖക്കുരുവൊക്കെ കാരണം നമ്മൾ അറിയാതെങ്കിൽ അത് പോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ കുത്തി പൊട്ടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് കാരണം പിന്നീട് അത് ആക്നെ ബമ്പായി മാറാൻ സാധ്യതയുണ്ട്. ഇത് കാരണം മുഖത്ത് വലിയ പാടുകൾ അല്ലെങ്കിൽ കുഴികൾ, ആക്നെയുടെ സ്കാർസ് ഒക്കെ വരാൻ വളരെയധികം ചാൻസസ് ഉണ്ട്. ഇതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് ഈ പോപ്പ് ആയിട്ടുള്ള പിമ്പിൾസിൻ്റെ മുകളിൽ ഐസ് ക്യൂബ് ഒരു കർച്ചീഫിൽ പൊതിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക. പറ്റുമെങ്കിൽ നമ്മൾ ഈ പിമ്പിൾസ് ഒന്നും പോപ്പ് ചെയ്യാതെ ഇരിക്കാനും ശ്രദ്ധിക്കുക. കാരണം ഈ ആക്നെ സ്കാർസ് നമ്മുടെ മുഖത്ത് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ മുഖത്ത് നിന്നും റിമൂവ് ചെയ്യാൻ വളരെയധികം പ്രയാസമായിരിക്കും. സോ ടീനേജ് സമയത്ത് ബോയ്സ് ഏറ്റവും അധികം ഫേസ് ചെയ്യുന്ന 5 സ്കിൻ പ്രോബ്ലംസിനെ പറ്റിയും അതിന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന സൊല്യൂഷൻസിനെ പറ്റിയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്. ഇത്തരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസ് ഉള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന ടിപ്സും സൊല്യൂഷൻസും എല്ലാം തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.